എവരിവൺ, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. മക്കളെ, നിങ്ങളുടെ USS പഠനമൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ? നമ്മൾ ഇന്ന് USSൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കളൊക്കെ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ചോദിക്കുക. വളരെ ആക്റ്റീവായിട്ട് പഠിച്ച് രസമായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം കേട്ടോ എല്ലാവരും. നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണ്? യെസ്, റൈമിംഗ് വേർഡ്സ് ആൻഡ് റൈം സ്കീം. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. നിങ്ങൾക്ക് USSന് ഒരു പോയം തന്നിട്ട് ആ പോയത്തിനകത്ത് നല്ല കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്, ആ ഒരു പോയത്തില് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റെൻസയുടെ റൈം സ്കീം ഏതാണ് എന്നൊക്കെ. ഇതൊക്കെ എന്താണ് എങ്ങനെയാണൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്റെ മകൾക്ക് സുഖമായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ സുഖമായിട്ട് മാർക്ക് മേടിക്കണമെങ്കിൽ ഇതെന്തൊക്കെയാണ് പഠിക്കണ്ടേ? നമുക്കിത് പഠിക്കാൻ പോവാം. യെസ്, നോക്കൂ മക്കളെ, ഈ ഒരു നഴ്സറി റൈം എന്റെ മക്കൾ എല്ലാവരും നഴ്സറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത്, കുഞ്ഞു മക്കളായിരിക്കുന്ന സമയത്ത് പാടി പഠിച്ച് രസകരമായിട്ട് പാടി പഠിച്ച ഒന്നായിരിക്കും അത്. നഴ്സറി ക്ലാസ്സിന് ഒരു മുദ്രാവാക്യം പഠിക്കുന്ന പോലെയൊക്കെ പാടി പഠിച്ചൊരു സംഭവമാണിത് അല്ലെ? ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അപ്പ് എബവ് ദി വേൾഡ് സോ ഹൈ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ പഠിക്കുന്നതിനേക്കാൾ ഏറെ മനോഹരമായി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയപ്പോഴാണ് ആ ഒരു നഴ്സറി റൈമിന്റെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് ആസ്വദിച്ച് പാടി പഠിക്കുമ്പം നല്ല രസമായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും, മാർക്ക് വാങ്ങാനും പറ്റും. അപ്പം ഈ ഒരു സംഭവം ശരിക്കും പഠിക്കേണ്ടത് എങ്ങനെയാ അറിയോ? നല്ല അർത്ഥമുള്ള വരികളാണ്. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വാണ്ട് വാട്ട് യു ആർ, up above the world so high, like a diamond in the sky. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇത്ര മനോഹരമായ അർത്ഥമുള്ള ഒരു പോം. ഈ പോം ഇത്ര മനോഹരമാവാനുള്ള കാരണം എന്താണ്? അത് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറെ റൈം വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, റൈമിംഗ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് മക്കളെ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ? അറിയോ? അതായത് റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവിത മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ആ കവിതയുടെ ചില വാക്കുകളിൽ ചില പ്രത്യേക ക്രമത്തിൽ അതിന്റെ ഉച്ചാരണം ചില പ്രത്യേക ക്രമത്തിൽ ആവർത്തിക്കും. ചിലപ്പോൾ അത് ഒരേ ലൈനിലാകാം, അടുത്തടുത്ത വരികളിലാകാം, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചില വാക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചില വാക്കുകൾ ഒരേ ഉച്ചാരണമുള്ള വാക്കുകൾ ഒരേപോലെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഒരുപാട് തിയറി പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കോളൂ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അപ്പ് എബവ് ദി വേൾഡ് സോ ഹൈ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. ഈ ഒരു 4 വരികളിൽ അവസാനത്തെ വരികളിലേക്ക് നമുക്ക് നോക്കാം. റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം പഠിക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് അവസാനത്തെ വരികളിലേക്ക് പോകുന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. നോക്കാം. സ്റ്റാർ, ഓൾ, ഹൈ, സ്കൈ. കണ്ടില്ലേ? ഇവിടെ ഈ അവസാനത്തെ ശബ്ദങ്ങൾ ഒരേപോലെ, ഒന്നാമത്തെ ലൈന്റെ അവസാനത്തെ സ്റ്റോ അത് തന്നെയാണ് ഇവിടെ യു ഓ. ഇത് രണ്ടും ഒരേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അതേപോലെ ഹൈ, സ്കൈ, ഈ 2 ശബ്ദങ്ങളും അവസാനം ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പറയാം ഈ ഒന്നാമത്തെ വരിയിലെ അവസാനത്തെ സ്റ്റാർ എന്ന് പറഞ്ഞ സൗണ്ടും രണ്ടാമത്തെ വരിയിലെ ആൾ എന്ന് പറഞ്ഞ വേർഡിന്റെ അവസാനത്തെ സൗണ്ടും തമ്മിൽ റൈം ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഹൈ, സ്കൈ, ഈ 2 വാക്കുകളും ഒരേപോലെയാണ് അവസാനത്തെ ശബ്ദമുള്ളത്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം റൈം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് റൈം വേർഡ്സ് കണ്ടുപിടിക്കുക. അതായത് റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനില് അവസാനം ഉപയോഗിച്ച വാക്കിന്റെ അവസാനത്തെ ശബ്ദം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതാണ് നമ്മളിവിടെ റൈമിംഗ് വേർഡ്സ് ഉപയോഗിക്കുക. ചിലപ്പോൾ ലൈൻസിന്റെ ഇടയിലും ഇതുണ്ടാവും, റൈമിംഗ് വേർഡ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് റൈമിംഗ് സ്കീം പഠിക്കണമെങ്കിൽ ഓരോ വരിയുടെയും അവസാനത്തെ വാക്കുകളിൽ വന്ന ഈ ശബ്ദത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ സൗണ്ട്സ് കൊടുത്തിട്ട് അതൊരു പ്രത്യേക ക്രമത്തിൽ നമ്മൾ എഴുതും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? റൈം സ്കീം സെറ്റ് ചെയ്യാൻ പറ്റുക. നോക്കിക്കോളൂ. ഇവിടെ ഫസ്റ്റ് ലിറ്റിൽ സ്റ്റാർ, ഈ സൗണ്ടിന് ഈ അവസാനിക്കുന്ന ഒരു ശബ്ദം ഫസ്റ്റ് സൗണ്ട് സ്റ്റോ എന്നാണ്. ഈ ശബ്ദത്തിന് നമ്മൾ എന്ത് കൊടുത്തു? എ എന്ന് കൊടുത്തു. ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ,
അതേ ശബ്ദമല്ലേ നേരത്തെ സ്റ്റോർ ഒരേ സൗണ്ടാ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? എ എന്ന് തന്നെ കൊടുക്കും. അപ്പ് അബൌട്ട് ദി വേർഡ് സോ ഹൈ, ഈ ശബ്ദമാണോ? സ്റ്റോർ എന്ന് പറഞ്ഞ ശബ്ദമല്ല, അവിടെ ഹൈ മറ്റൊരു ശബ്ദമാണ് വന്നത്. അപ്പൊ നമ്മൾ അതിന് എന്ത് കൊടുക്കും? ബി എന്ന് കൊടുത്തു. Then like a diamond in the sky, high sky, ഇത് രണ്ടും ഒരേ ശബ്ദമല്ലേ, അതുകൊണ്ട് നമ്മൾ ഇതിനെ ബി എന്ന് കൊടുക്കും. അപ്പൊ ബേസിക്കലി ഈ ഒരു 4 വരിയുടെ ഈ സ്റ്റെൻസയുടെ ഈ 4 വരികളുടെ റൈം സ്കീം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എ ബി ബി എന്നതാണ് റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പൊ മക്കള് തിയറി അതാണ് അതിന്റെ ഒരു സംഭവം. നമുക്ക് അതിന്റെ തിയറി നോക്കുകയാണെങ്കിൽ എന്താണ് റൈമിംഗ് വേർഡ്സ്? റൈമിംഗ് വേർഡ്സ് ആർ വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം എൻഡിങ് സൗണ്ട്. ഒരേ എൻഡിങ് സൗണ്ട് ഉള്ള വേർഡ്സിനെ പറയുന്ന പേരാണ് എന്ത് പറയാ? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഇവിടെ സ്റ്റാർ ആർ ഒരേ എൻഡിങ് സൗണ്ട് ആണ്. ഹൈ സ്കൈ ഒരേ എൻഡിങ് സൗണ്ട് ആണ്. ഇങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ എന്ത് പറയാ? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. എന്താണ് റൈം സ്കീം എന്ന് പറഞ്ഞാൽ? എന്താ പറയാ റൈം സ്കീം എന്ന് പറഞ്ഞാൽ? എന്താ നോക്കൂ നിങ്ങള്. The ordered pattern of rhymes of lines of a poem is called rhyming scheme. അതായത് നമ്മളുടെ ഒരു പോയത്തിലെ അടുത്തടുത്ത വരികൾ, ഒരു സ്റ്റാൻസയിലെ വരികൾ, അതിന്റെ പാറ്റേൺ ഓഫ് റൈമിനെ പറയുന്ന പേരാണ് ഇത് പറയാ റൈം സ്കീം എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ നഴ്സറി റൈമിന്റെ ഈ 4 വരികളുടെ റൈം സ്കീം നമുക്ക് എ ബി ബി എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയല്ലോ? നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമാവും. Water, water everywhere, and all the birds did shrink. Water, water everywhere, not any drops to drink. നമുക്ക് ഇതിലേക്ക് നോക്കാം. ഇവിടെ മക്കളെ word, yes, word. രണ്ടാമത്തെ shrink ആണ്. മൂന്നാമത്തത് വീണ്ടും word. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ത് പറയാം? യെസ്, ഈ രണ്ടെണ്ണവും റൈം ചെയ്യുന്നു പറയാൻ പറ്റും. Then ഇവിടെ shrink, drink, യെസ്, ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? റൈം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? വേർഡ് വേർഡ് ഇത് റൈം വേർഡ്സ് ആണ്. ഷ്രിങ്ക് ഡ്രിങ്ക് ഇതും റൈം വേർഡ്സ് ആണ്, റൈമിംഗ് വേർഡ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിന്റെ റൈം സ്കീം ഒന്ന് കണക്കാക്കാം. വേർഡ് എന്ന് പറഞ്ഞ സൗണ്ട് നമുക്ക് എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. രണ്ടാമത്തെ ഷ്രിങ്ക് മറ്റൊരു ശബ്ദമാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ ബി എന്ന് പറയാം. Then comes word again, അവിടെ നമുക്ക് എന്ത് പറയാം? എ തന്നെ. ഡ്രിങ്ക് ഷ്രിങ്ക് ഒരേ സൗണ്ട് ആണ്, ബി എന്ന് വന്നു. അപ്പൊ എന്താ ഇവിടെ വന്നേ? എ ബി എന്നതാണ് ഇതിന്റെ ഈ ഒരു സ്റ്റെൻസയുടെ റൈം സ്കീം. ഇനി അടുത്തൊരു ശബ്ദം വരുന്നത് ഇപ്പൊ ഒരു കാറ്റ് എന്നാണ് വിചാരിച്ചോളൂ. അത് എ അല്ല, ബി അല്ല, മറ്റൊരു ശബ്ദം അല്ലേ, അതിന് നമ്മൾ എന്ത് കൊടുക്കും? സി എന്ന് കൊടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താ പറയാ? ഫ്രണ്ട് എന്നാ വിചാരിച്ചോളൂ. അപ്പൊ അത് ഈ വേർഡ് ഷ്രിങ്ക് കാറ്റ് ഈ ശബ്ദം ഒന്നുമല്ല, ഫ്രണ്ട് എന്ന് പറഞ്ഞ മറ്റൊരു ശബ്ദമാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് എന്ത് കൊടുക്കാം? ഡി എന്ന് കൊടുക്കാം. അപ്പൊ ചില പോയത്തില് ഒരുപാട് ലൈൻസ് ഉണ്ടായിരിക്കും, സ്റ്റെൻസ വളരെ വലിയ സ്റ്റെൻസ ആയിരിക്കും. അങ്ങനെ വലുതാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഉച്ചാരണം വേറെ ഉച്ചാരണങ്ങൾ വരുമ്പോൾ ആൽഫബറ്റിലെ ലെറ്റേഴ്സ് നമുക്ക് കൊടുത്തിട്ട് ആ റൈം സ്കീം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലിയർ ആണല്ലോ? വാട്ടർ വാട്ടർ every word, water water every word, and all the birds did shrink. Water water every word, not any drops to drink. word ഇത് രണ്ടും റൈം ചെയ്യുന്നു. അതേപോലെ തന്നെ shrink drink എന്ന് റൈം ചെയ്യുന്നു. അതുകൊണ്ട് എ ബി ആണ് ഇതിന്റെ റൈം സ്കീം. Then മറ്റൊരു എക്സാമ്പിളിലേക്ക് നോക്കൂ നിങ്ങളെ. The room we sit in melts away and we find ourselves at play with someone who before the end may become our chosen friend. ക്ലിയർ ആണല്ലോ? ഇവിടെ എവേ പ്ലേ സിമിലർ ഉച്ചാരണല്ലേ വരുന്നത്. അപ്പൊ എവേക്ക് നമ്മൾ എ എന്ന് കൊടുക്കുന്നു, പ്ലേ എ തന്നെ കൊടുക്കാം. എൻഡ് നേരത്തെ സൗണ്ട് അല്ലല്ലോ, എവേയുടെയും പ്ലേയുടെയും അതേ ഉച്ചാരണമല്ലല്ലോ അവസാനത്തിന് എൻഡിന് മറ്റൊരു ഉച്ചാരണമാണ്, അതുകൊണ്ട് നമ്മൾ ബി എന്ന് കൊടുത്തു. ഫ്രണ്ട് അതെ എൻഡിന്റെ അതേ ഉച്ചാരണമാണ് ഇവിടെ വരുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ബി എന്ന് കൊടുക്കാം. അപ്പൊ ഇതിന്റെ റൈം സ്കീം ഏതാണ്? എ ബി എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പം റൈമിംഗ് വേർഡ്സ് എന്താ നിങ്ങൾ പഠിച്ചോ, റൈം സ്കീം എന്താണ് നിങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. 2022 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Weavers weaving at break of day, why do you weave a garment so gay? Blue as the wing of a halcyon wild, we weave the robes of a newborn child. 2022 USS എക്സാമിനേഷൻ ചോദിച്ച ചോദ്യങ്ങളിൽ ഈ റൈമിംഗ് വേർഡ്സ് റൈം സ്കീമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണിത്. The rhyme scheme followed in the stanza is
ഈ വരികളിലെ റൈം സ്കീം ഏതാണ് എന്നാണ്. നോക്കൂ മക്കളെ, ഏതാണ്? യെസ്, we was weaving at the break of day. Why do you weave a garment so gay? Day, gay ഒരു എ ശബ്ദമല്ലേ? യെസ്, എ എന്ന് കൊടുക്കാം, ഇവിടെയും എ എന്ന് കൊടുക്കാം. Blue as the wing of a Hansian white. ഈ സൗണ്ട് അല്ലല്ലോ, മറ്റൊരു സൗണ്ട് അല്ലേ? അപ്പൊ മറ്റൊരു സൗണ്ട് വന്നിട്ട് ഉറപ്പിച്ച് നിങ്ങൾ കൊടുത്ത് വേറെ അടുത്ത ലെറ്റർ കൊടുക്കാം, ആൽഫബറ്റ് കൊടുക്കാം, ബി എന്ന് കൊടുക്കാം. We weave the rods of a newborn child. Wild, child സെയിം അല്ലേ വരുന്നേ? ബി എന്ന് കൊടുക്കാം. അപ്പൊ എ എ ബി ബി, ഇതാണ് ഈ ഒരു സ്റ്റെൻസയുടെ റൈം സ്കീം. എ എ ബി ബി. ഇനി മറ്റൊരു ഉച്ചാരണമാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ അവിടെ സി കൊടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത ഒരു 6 വരികൾ വരുന്ന 2-4 വരിയാണ് വന്നത്. അപ്പൊ 6 വരികളിൽ വരുമ്പോൾ അടുത്ത ഉച്ചാരണം വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ശബ്ദത്തിനും മറ്റൊരു ലെറ്റർ ആണ് കൊടുക്കേണ്ടത്, മറ്റൊരു ആൽഫബറ്റ് ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോടാ മക്കളെ? ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ മാഷ് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, give the rhyme scheme of the following lines. Speak gently to the aged one, give not to care one hurt. The sands of life are neatly run. Let such in peace depart. ഈ ഒരു സ്റ്റെൻസയുടെ ഈ ലൈൻസിന്റെ റൈം സ്കീം എന്റെ മക്കള് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക. ഇതേപോലെ ഒരു പോം നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിച്ച് പഠിച്ചിട്ട് അതിൽ മാർക്ക് സ്വന്തമാക്കാൻ കുറെ കാര്യം കൂടി മനസ്സിലാക്കാണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജനുവരി 17-നുള്ള USSന്റെ ലൈവ് ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ മക്കളും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരാം. ഓക്കെ, അപ്പൊ മാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞങ്ങൾ ക്ലിയർ ചെയ്തു തരും. ശരിയല്ലേ മക്കളെ? എന്നാൽ നമുക്ക് ക്ലാസ് കാണാം. ബൈ ബൈ.